ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ അറിയാത്ത എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും എന്നിൽ നിന്നും എല്ലാം എന്തിനാ മറയ്ക്കണതെന്ന് ദേവയാനി ഇങ്ങനെ മുത്തശ്ശനോടും നമ്മുടെ ജയനോടും ചോദിക്കുമ്പം, അങ്ങനെ നീ കരുതുന്നത് പോലെ ഒന്നുമില്ല ദേവയാനി എന്ന് ജയൻ പറയാം. ഉറപ്പായിട്ടും നിന്നെ കൊണ്ടുപോയ പെൺകുട്ടിയെ ഞങ്ങൾ കാണിക്കാം, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ എന്നല്ലേ പറഞ്ഞോളൂ എന്ന് ജയൻ ചോദിക്കുക. അത് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക കേട്ടോ. ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോകുകയാണെന്നും കൂടെ നീ വരണമെന്ന് പറയാത്തത് ഇപ്പം നിന്റെ കണ്ടീഷൻ ശരിയല്ലാത്തത് കൊണ്ടാണെന്ന് മുത്തശ്ശനും പറഞ്ഞു. അത് കേട്ടപ്പോൾ അത് ശരിയാ മോളെ, എല്ലാവരും ഒരുപോലെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം അത് നീ മനസ്സിലാക്കണമെന്ന് മുത്തശ്ശിയും പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ പോലും എന്നെ ആരും എന്താ കാണിക്കാത്തതെന്ന് ദേവയാനി ചോദിച്ചു. അവളുമായിട്ടൊന്നും സംസാരിക്കാൻ പോലും ആരും അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സഹായം കൊണ്ട് നിന്റെ ജീവനെ നിലനിർത്താനായി. അത് തന്നെ വലിയ കാര്യമല്ലേ. അതിൻ്റെ നന്ദിയും സ്നേഹവും നീ എന്നും മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയെന്ന് മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. ഒരു ദിവസം ഉറപ്പായിട്ടും അവൾ നിന്റെ മുന്നിലേക്ക് വരും. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ നീ ഒരു മടിയും കൂടാതെ അവളെ സ്നേഹിക്കണം എന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സ്നേഹിക്കാതിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എന്ന് ദേവയാനി എന്തേലും ചോദിക്കുക. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും സന്തോഷമായി. എന്ന് വെച്ചാലേ ഇപ്പോൾ ഉള്ള ആവേശം അവളെ കണ്ടു കഴിയുമ്പോൾ കെട്ടുപോയാലോ എന്ന് ചോദിച്ചപ്പോൾ, അച്ഛൻ അറിയോ, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നതും എന്നോട് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതും എനിക്ക് കരള് ദാനമായി തന്ന ആ പെൺകുട്ടിയെയാണെന്ന് ദേവയാനി പറയുന്ന ആ ഒരു രഹസ്യം കേട്ട് ഇവർ ഞെട്ടി സന്തോഷം കൊണ്ട് മറിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അവളെ എന്നിൽ നിന്ന് ഇനി ആരകറ്റി നിർത്താൻ നോക്കിയാലും ഞാൻ ഉറപ്പായിട്ടും അവളെ കണ്ടെത്തിയിരിക്കും അച്ഛാ, അതെൻ്റെ ശപഥമാണെന്നുള്ള രീതിയിൽ തന്നെ പറയണു. ഇന്നുള്ള കുട്ടികൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അവൾ ചെയ്തതെന്നും അത്ര നല്ല മനസ്സിനുടമയാണ് ആ കുട്ടിയെന്നും എനിക്കതത്ര നിസ്സാരമായി കാണാനൊന്നും പറ്റില്ലെന്നും ദേവയാനി പറയുമ്പോൾ, ശരി നീ അന്വേഷിക്കും, ആ പെൺകുട്ടിയെ സ്വയം കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ നീ കണ്ടുപിടിച്ചോളാൻ മുത്തശ്ശനും പറഞ്ഞു. പക്ഷേ അതിപ്പോൾ വേണ്ട. ഇപ്പം നിൻ്റെ ആരോഗ്യം അത് അതിനനുവദിക്കുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കാനായിട്ടും അച്ഛൻ പറഞ്ഞു കൊടുക്കുക മകളോട്. വാടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോയി. അപ്പോഴും ദേവയാനി നിന്ന് ആലോചനയാ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ അങ്ങനെ നിന്ന് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് ജയൻ ചെന്ന് ആദർശിനോട് കാര്യങ്ങൾ പറയുവാണ്. നമ്മൾ ഇനിയും ഇങ്ങനെ മൗനം പാലിച്ചിരുന്നാൽ ശരിയാവില്ല അച്ഛാ. നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്താൽ തന്നെ അമ്മ അവൾക്ക് പിന്നാലെ സഹായങ്ങളുമായിട്ട് ചെല്ലും എന്ന കാര്യവും ആദർശ് പറഞ്ഞു. അമ്മയുടെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് കൊടുത്താലും കുഴപ്പമില്ലെന്നൊക്കെയാണ് അമ്മ പറയുന്നതെന്നൊക്കെയാണ് പറഞ്ഞു. ഇപ്പം തന്നെ അറിയാമല്ലോ, 50 ലക്ഷത്തിൻ്റെ ചെക്കും തന്നാ വിട്ടത്. അത് നയനയും അവളുടെ വീട്ടുകാരും വാങ്ങിയില്ല. അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം നയനയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു വീട് എടുത്തു കൊടുത്തു. അതേതായാലും നല്ല കാര്യം തന്നെയാണ്. അതിലുപരി ഇനി ചില സഹായങ്ങൾ കൂടി നീ അവർക്ക് വേണ്ടി ചെയ്യണം. അവർ ചിലപ്പോൾ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞേക്കും. എങ്കിലും കുറേ കടങ്ങളൊക്കെ ഉണ്ട് ഗോവിന്ദനെന്ന് എനിക്കറിയാം, അതൊക്കെ ക്ലോസ് ചെയ്യണം. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അതും ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അച്ഛാ ഞാൻ അതിനെപ്പറ്റിയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാ. ഇപ്പം വീട് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലും അവരതൊരു കുറച്ചിലായിട്ട് തന്നെ കാണുന്നതെന്ന് പറയുമ്പോൾ, അതെന്തിനാ അവർ അങ്ങനെയൊക്കെ കാണുന്നത്? നയനമോള് നമുക്ക് കോടികളുടെ ബിസിനസ്സാണ് നേടി തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്താൽ തന്നെ നമ്മൾ ഈ കൊടുക്കുന്നതൊന്നും ഒട്ടും അധികമല്ലല്ലോ എന്ന് പറഞ്ഞു. ജയനെ, പിന്നെ എനിക്കും ദേവിയാനിക്കും പെൺമക്കളില്ല. ആ സ്ഥാനത്താണ് ഞാൻ അവളെ കാണുന്നതെന്ന് അച്ഛൻ മകനോട് പറയുക. അപ്പോൾ ആദർശന് ഒത്തിരി സന്തോഷമായി. അങ്ങനെയുള്ളപ്പോൾ അവരുടെ വിഷമങ്ങൾ നമ്മളുടേതും കൂടിയാണ്. അപ്പം നമ്മളത് നോക്കണമെന്ന് പറഞ്ഞു. സാവകാശം നമുക്ക് അതിലേക്കൊക്കെ വരാം എന്നും പറഞ്ഞ് നയന കാണിച്ച ചെറിയൊരു അബദ്ധം കൊണ്ടാണ് നന്ദു നമ്മുടെ വീട്ടിലേക്ക് വരാതെ പോയതെന്ന് ആദർശ നേരം ജയനോട് പറഞ്ഞു. അതിൻ്റെ ഒരു വിഷമം എനിക്കും ഒക്കെ നല്ലതുപോലെ തന്നെ ഉണ്ട് അച്ഛാന്നും പറഞ്ഞു. അതുകൊണ്ട് നന്ദുവിന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം, അതുപോലെ തന്നെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറയുമ്പം, അനിയാകെ ഡെസ്പാണല്ലോടാ മോൻ, 3 ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചെങ്കിലും അതൊന്നും അവൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ, എല്ലാം ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടച്ചാ. അതുകൊണ്ട് വിശ്വസ്തരായ സ്റ്റാഫുകളെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവനും കുറച്ച് പഠിച്ച് തെളിയാനുണ്ട്. എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാനൊന്നും പറ്റത്തില്ലെന്ന് ആദർശ് പറഞ്ഞു. അഭിയാണെങ്കിലോ ഒന്നും ഏൽപ്പിക്കാനും കൊള്ളത്തില്ല. എൻ്റെ പൊന്നെ, അവനെ ജീവിതകാലം മുഴുവൻ ശമ്പളക്കാരനാക്കി വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവൻ കമ്പനിയുടെ അടിത്തറ തോണ്ടുമെന്ന് ജയനും പറഞ്ഞു. ഇത് കേട്ട് ആദർശ് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ അമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ ഇപ്പം എന്താ ഒരു മാർഗം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നമ്മൾ ഇപ്പം തന്നെ ഒരുപാട് ഡ്രാമ കളിച്ചില്ലേ അച്ഛാ, ഇനിയിപ്പോൾ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് പറയുകയാണ് മകൻ. എന്ന് വെച്ചാൽ നയനയുടെ പേര് വെളിപ്പെടുത്തണമെന്നാണോ നീ പറയുന്നത് എന്ന് ജയൻ ചോദിച്ചപ്പോൾ, അമ്മ എപ്പോഴും അത് തന്നെ പറഞ്ഞ് ശല്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നേക്കാമെന്നും മകൻ അച്ഛനോട് പറഞ്ഞു. അത് പക്ഷേ അമ്മ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജയൻ പറഞ്ഞു, അത് ശരിയാ,
ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ ദേവയാനി പുറത്തു പോയെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. ചിലപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള അന്വേഷണത്തിലായിരിക്കുമെന്നും പറഞ്ഞു. ഞാൻ ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അവളോട് ഈ കാര്യങ്ങളൊന്നും പറയരുത്, അവരുടെ നാവിൽ നിന്ന് സത്യം പുറത്തു വരരുതെന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോയി. മകനാണെങ്കിൽ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി ഡോക്ടറുടെ മുന്നിലേക്ക് ചെന്നു. ഡോക്ടറുടെ മുന്നിൽ ചെന്നിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കാം. ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ എന്നോട് പറയണ്ട എന്ന് ദേവയാനി. പിന്നെ അതിനു വേണ്ടി ഞാൻ ഡോക്ടറെ സമ്മർദ്ദം ചെലുത്തുന്നുമില്ല എന്ന് ദേവയാനി പറയുക. ഇവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ അവളുടെ മുഖമല്ലെന്ന് പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പം എന്തിനാ ദേവയാനി അതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നതെന്ന് ഡോക്ടർ ചോദിച്ചു. ഒരാൾ തൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരാളോട് പറയരുതെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു. അല്ല, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് മാത്രം എല്ലാവരും ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ദേവയാനി എന്തായാലും ചോദിക്കുക. ഡോക്ടർ മാത്രമല്ല, വീട്ടിലുള്ളവരും ആ കുട്ടി ആരാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ദേവയാനിയുടെ അസുഖമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും മാറിയില്ലേ എന്ന് ചോദിച്ചു. അതെ, അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് അവശ നിലയിലാണ് ദേവയാനിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അതൊരു മഹാഭാഗ്യമായി കരുതിയിട്ട് മറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ടുകളയുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ ആവശ്യം മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഡോക്ടറെ, വളരെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമല്ലേ, അതൊന്ന് സാധിച്ചു തന്നൂടെ. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ദേവയാനിയെ സഹായിച്ച പെൺകുട്ടി ഒരു സാധാരണക്കാരിയല്ല എന്ന് ഡോക്ടർ ഒരു ക്ലൂ ഇട്ട് കൊടുക്കുക. അവൾ നല്ല അറിവും മനുഷ്യത്വവും സ്നേഹവും അതുപോലെ ആവശ്യത്തിലധികം മര്യാദകളും ഉള്ളവളാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രം ഈ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു ദേവയാനി ഇരിക്കും കേട്ടോ നേരം. എന്നാലും ആ കുട്ടിയെ എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടാണെന്ന് തന്നെ ഡോക്ടർ അങ്ങ് പറഞ്ഞു. അപ്പോഴും ദേവയാനിക്കാകെ ധർമ്മസങ്കടമായി. സ്വന്തം വീട്ടിലുള്ളവർ പോലും അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അവരെ മറികടന്ന് അവൾ ആരാണെന്ന് ദേവയാനിക്ക് കാണിച്ചു തരേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും ഒരു യാത്രയിലാണെന്ന് ആദർശ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവൾ എനിക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അതേപടി അനുസരിച്ചേ എനിക്ക് പറ്റത്തുള്ളൂ ദേവയാനി. അപ്പോൾ അവൾക്ക് ചെറുപ്രായമാണെന്നൊക്കെ എനിക്കറിയാം. ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടി എൻ്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചപ്പോൾ അവൾ ആരാണെന്നറിയാനുള്ളൊരു ആകാംക്ഷ എന്തായാലും എനിക്ക് ഉണ്ടാവില്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു. ഡോക്ടർക്കും എല്ലാം പറയാനുണ്ടോ? ഞാൻ 50 ലക്ഷത്തിൻ്റെ ചെക്ക് അവൾക്ക് കൊടുത്തു വിട്ടെന്നും പക്ഷേ ഇതുവരെ ആ കുട്ടി ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെന്നും ദേവയാനി പറയുമ്പോൾ പ്രസൻറ്റ് ചെയ്യില്ല, കാരണം അവർ പണത്തിന് വേണ്ടിയല്ല ദേവയാനിയെ സഹായിച്ചത് എന്നും ഡോക്ടർ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുക ദേവയാനിയെ. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ചെക്ക് കൊടുത്ത് വിട്ടെങ്കിൽ അത് അവളെ കൊച്ചാക്കുന്നത് പോലെ അവൾക്കും അവളുടെ വീട്ടുകാർക്കും തോന്നി കാണത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ദേവയാനി ചെയ്തതെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അത് ആ കുട്ടിക്ക് സന്തോഷമല്ല എന്ന് ഡോക്ടർ അന്നേരം ദേവയാനിയോട് പറയാം. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇന്നത്തെ കാലത്ത് കാണുമോ ഡോക്ടർ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ കാണുമെന്നുള്ളതിന് തെളിവാണല്ലോ ഇപ്പോൾ ദേവയാനിയെ സഹായിച്ച ആ ഒരു കുട്ടി. ദേവയാനി ഇവിടെ ഇരിക്കുന്നതിന് കാരണവും അത് തന്നെയല്ലേ എന്നും ഡോക്ടർ ചോദിക്കാം. ദേവയാനിക്കാണെങ്കിൽ ഒന്നും പറ്റുന്നില്ല. ശരി, ഞാനിവിടെ വന്നത് തൽക്കാലം ആരും അറിയണ്ടെന്നും പ്രത്യേകിച്ചും എൻ്റെ വീട്ടുകാരറിയണ്ടെന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഈ സമയം നമ്മുടെ ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ്, സ്വന്തം മരുമകളുടെ അരികിലെത്താൻ ഇനി ദേവയാനിക്ക് അധികം ദൂരമില്ലെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നു, അവിടെ നിന്ന് പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ജയൻ കയറി വന്നു കഴിഞ്ഞപ്പം എടാ നമ്മൾ സംശയിച്ചതുപോലെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ വന്നു. ദേവയാനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോൾ ആദർശിന് വേഗം ഒരു ഞെട്ടൽ. അവിടുന്ന് ദേവയാനിക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. നീ അമ്മയോട് പറയണം, വെറുതെ ഇങ്ങനെ അലഞ്ഞ് തിരിയരുത് എന്ന്. അത് കേട്ടപ്പോൾ അച്ഛാ ഞാനത് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമൊന്നുമില്ല, അമ്മയുടെ വഴിക്ക് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മകൻ പറഞ്ഞപ്പോൾ ഞാനത് ദേവയാനി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടുത്തെ സൈക്കാട്രിസ്റ്റിനെ കണ്ടായിരുന്നു എന്നും ദേവയാനിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം അത് പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം ഈ സത്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തിരുന്നുവെന്നും ജയൻ പറഞ്ഞു. വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ എങ്ങനെ ആകുമെന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ മരുമക്കളെ വെറുക്കുന്ന അമ്മായിമ്മയ്ക്ക് മരുമകൾ സഹായമായി വന്നത് കുറച്ചിലായി തോന്നാം എന്നൊരു സാഹചര്യവും അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനച്ഛാ സാധ്യതയൊക്കെ കൂടുതൽ. അമ്മ ഒരിക്കലും അതൊന്നും ഒരു പോസിറ്റീവായിട്ട് എടുക്കില്ല എന്ന് മകൻ പറയുക. അതുമാത്രമല്ല, നമ്മളൊക്കെ അമ്മയെ കോമാളി ആക്കിയെന്ന് പോലും അമ്മ പറഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞു. എങ്കിലും നിന്റെ അമ്മയുടെ ചില നേരത്തെ സ്വഭാവം കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് ചിരിയാ വരുന്നത്. പെൺകുട്ടികളായാൽ അയാൾക്ക് കരള് ദാനം കൊടുത്ത പെൺകുട്ടിയെ പോലെ സഹായിക്കാൻ മനസ്സുള്ളവളായിരിക്കണമെന്നാ നിരന്തരം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നും പറയുന്നുണ്ടെന്നും ജയൻ പറയണം. നീ ഭാഗ്യവാനാടാ മോനെ. ഏത് വിഷമഘട്ടത്തിലും നിനക്കൊപ്പം നിൽക്കുന്നവളാണ് നയനമോളെന്ന് അവളുടെ പ്രവൃത്തിയിലൂടെ പലവട്ടം അവൾ തെളിയിച്ചു കഴിഞ്ഞില്ലേടാ എന്ന് ചോദിച്ചു. അവൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും എനിക്കും ഒക്കെ അതേ അഭിപ്രായം തന്നെയായിരുന്നെന്നും ജയൻ പറയുക. പക്ഷേ അന്നൊക്കെ നീ നിൻ്റെ അമ്മയ്ക്കൊപ്പമാണ് നിന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരു ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയത്തൊരു ദിവസം ഗോവിന്ദനും കനകിയും നയനമോളെ വിളിക്കാൻ വന്നപ്പോൾ അന്നീ ബന്ധം വേണ്ട എന്ന് വെച്ചിട്ട് നയനമോള് പോയിരുന്നെങ്കിലേ നിന്റെ ജീവിതം അല്ലെങ്കിൽ നിന്റെ ഭാവി ഇരുട്ടിലായേനെ എന്ന് പറഞ്ഞു. അതേപ്പറ്റിയൊക്കെ ഞാനും ഭയത്തോടെ തന്നെയാണ് ആലോചിക്കുന്നതെന്ന് ആദർശ് പറഞ്ഞപ്പോൾ മോളും മോൻ്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു അകലം അത് നമുക്ക് കുറയ്ക്കണം. അവളെ കൊണ്ട് തന്നെ നയനയോടും മടങ്ങി വരാൻ നമ്മൾ പറയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അവളൊരിക്കലും അവളുടെ വീട്ടിൽ ജീവിക്കേണ്ടവളല്ല, നമ്മുടെ തറവാടിൻ്റെ സ്വത്താ അവൾ. മൂർത്തീസ് ജ്വല്ലറി എത്ര മുകളിലേക്ക് പോയാലും നമ്മൾ എത്രയൊക്കെ കോടികൾ സമ്പാദിച്ചാലും നയനമോളില്ലാത്തൊരു ജീവിതം നിന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടം തന്നെയാണ്. അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകണമെന്നും അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അതും പറഞ്ഞ് ജയൻ അങ്ങ് പോയി. ആദർശ് വീണ്ടും ആലോചനയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനി പോയിട്ട് വന്നിട്ട് മുറിയിലിരിക്കുക. അപ്പോഴാണ് ആദർശ് മുറിയിലേക്ക് വന്നു. ആദർശ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അമ്മ എന്തിനാ വെറുതെ പെൺകുട്ടിയെ തേടി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നതെന്ന് ആദർശ് നേരം ദേവയാനിയോട് ചോദിക്കുക. അപ്പോൾ ദേവയാനി എനിക്ക് അവളെ കാണണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ ആ കുട്ടി അവളുടെ ഹസ്ബൻഡിനെയും കൂട്ടി ഒരു യാത്ര പോയിരിക്കുക, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലേ അവർ മടങ്ങി വരത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ പുതിയ കള്ളത്തരം നീ തുടക്കം ഇടുവാണോ എന്ന് അമ്മ മകനോട് ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നും അല്ലമ്മേ. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്കൊന്ന് തന്നൂടെ നിനക്കെന്ന് ചോദിച്ചു. അപ്പോൾ ആദർശ് വല്ലാണ്ടായി. ഞങ്ങളെ തമ്മിൽ നിനക്കൊന്ന് സംസാരിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അമ്മ എന്തിനാ വെറുതെ നമ്മൾ അവരെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ആദർശ്. എന്നാൽ പിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല, ആ കുട്ടിയുടെ വീട്ടിൽ വരെ എന്നെ ഒന്ന് കൊണ്ടുപോ എന്ന് ദേവയാനി. അപ്പോഴും ആദർശിന് മറുപടിയില്ല, ഇട്ട് നിൽക്കുക. അപ്പോൾ ഏതായാലും അവർക്ക് കൊടുത്ത ചെക്ക് അവരിതുവരെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതെന്താണെന്ന് അവളുടെ വീട്ടുകാരോട് എനിക്കൊന്ന് ചോദിക്കണം, അതിനു വേണ്ടി ഞാനിങ്ങനെ പറയുന്നത് എന്ന് അമ്മ മകനോട് പറയണം. അത് പിന്നെ അമ്മ ഞാനിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരൊരു യാത്ര പോയ വിവരം അറിഞ്ഞതെന്നും അടുത്തുള്ള വീട്ടിലെ ഒരാൾ പറയുകയായിരുന്നു എന്നും പറഞ്ഞു. ആ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ. ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ അമ്മ, അതെ. അവരുടെ മോളും മരുമോനും കൂടെ യാത്ര പോയപ്പോൾ അവരും യാത്ര പോയോടാ? ഒന്നും അറിയില്ലമ്മേ എന്ന് പറഞ്ഞ് ആദർശ് കിടന്ന് ഉരുണ്ട് കളിക്കുക കേട്ടോ. അവർ കുറച്ച് ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി ഉള്ളവരാ, അവർക്ക് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പണത്തോടാണെങ്കിൽ ഒട്ടും ആർത്തിയില്ലാത്തവരാണെന്നും പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ അച്ഛനെ വലിയ കാശുകാരനാണ്, അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളാണെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹത്തിൻ്റെ പേരെന്താ? അത് പേര് പിന്നെ പേര് നീ എന്താടാ പെട്ടെന്ന് മറന്നുപോയെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ ഞാൻ ഓർക്കുന്നില്ലമ്മേ, പ്രഭാകരൻ മറ്റോ ആണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുക ആദർശ്. അമ്മ എന്തായാലും വിഷമിക്കേണ്ട, അവരൊക്കെ യാത്ര കഴിഞ്ഞ് വരട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമെന്നും പറഞ്ഞു. അമ്മ ധൈര്യമായിട്ട് ഇരിക്കമ്മേ, അതുവരെ അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെ പുറത്തിറങ്ങി ഒന്നും നടക്കരുതെന്നും ആദർശ് ദേവയാനിയോട് പറയുക. ഒരാൾ സമയത്ത് നമ്മളെ സഹായിക്കാൻ വന്നു, അത് അമ്മയുടെയും ഞങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ആദർശ് ഇങ്ങനെ അമ്മയോട് പറയുക. അതിനുശേഷം സഹായിച്ച ആളെ നമ്മൾ ശല്യം ചെയ്യുന്നത് തീരെ ശരിയല്ലല്ലോ അമ്മയെന്നും പറയുവാണേ. അമ്മ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക അമ്മ പ്ലീസ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോയി. ദേവയാനി ഇത് മൊത്തം കള്ളത്തരാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുക. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയേണ്ടത് അറിഞ്ഞേ പറ്റുമെന്ന് ദേവയാനി തറപ്പിച്ച് തന്നെ തീരുമാനിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ മുറിയിൽ
ചെന്ന് കുളിക്കാനായിട്ട് വാഷ്റൂമിലേക്ക് കയറും. അപ്പോഴത്തേക്കും ദേവയാനി ഈ മുറിയിലേക്ക് വന്നു. ദേവയാനി ആദർശിൻ്റെ മുറിയിലേക്ക് വന്നിട്ട് ആദർശ് കയറിയത് നോക്കിയിട്ട് ആദർശിൻ്റെ ഫയലുകളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഷെൽഫെല്ലാം തുറന്ന് ആ ഷെൽഫ് മുഴുവൻ തപ്പി അതിൽ നിന്ന് ഫയലുകളൊക്കെ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ദേവയാനി ആദർശ് വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ കിട്ടി. ഇതവൻ മരുന്നുകളൊക്കെ വാങ്ങിച്ചതിൻ്റെ ബില്ലാണല്ലോ, ഇത് നയനയുടെ പേരിലാണല്ലോ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദേവയാനിക്ക് സംഭവം തെളിവുകളെല്ലാം ആദർശിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം മൊബൈലിലെടുത്ത് പകർത്തി ഒന്നുമല്ലാതെ നയന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോന്നിട്ട് നയന മുറിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്ന് സ്വന്തം മുറിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ മുറിയിൽ വന്നിരുന്നിട്ട് ദേവയാനി ആലോചന തുടങ്ങി. എന്നിട്ട് ആ മരുന്നുകൾ മുഴുവൻ എടുത്തിങ്ങനെ മരുന്നുകളുടെ ആ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ ദേവയാനി കഴിച്ച മരുന്ന് തന്നെയാണോ അവളും കഴിച്ചിരിക്കുന്നത് എന്നുള്ളൊരിതാണ് ദേവയാനി നോക്കുന്നത്. കരൾ സംബന്ധമായ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകളാണല്ലോ നയനം കഴിക്കുന്നത്. ഇതവൾ വെറുതെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി കൂടുതൽ സംശയിച്ചേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി ആലോചിക്കുക. എന്നെ സഹായിച്ച പെൺകുട്ടിയെ ആരും എനിക്ക് കാട്ടിത്തരുന്നില്ല എങ്കിൽ ആ പെൺകുട്ടി എൻ്റെ മരുമകളാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് ദേവയാനി കണ്ടെത്തുക. ഇനി ആരുടെയും സഹായം എനിക്ക് വേണ്ട, അറിയാനുള്ളത് ഞാൻ സ്വയം കണ്ടെത്തിക്കൊള്ളാമെന്നും ദേവയാനി ഇങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുവാണ്. ഇനി ഈ വീട്ടിലുള്ളവരുടെ സംസാരം, പ്രത്യേകിച്ച് ആദർശിൻ്റെയും ജയേട്ടൻ്റെയും സംസാരമൊക്കെ ശ്രദ്ധിക്കണം. അവരുടെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാതിരിക്കില്ലെന്നും ദേവയാനി മനസ്സുകൊണ്ട് ഉറപ്പിക്കുവാണ്. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാട്ടോ. നയന ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച നയനയും ഇരിക്കുന്നത്. ആ സമയം നയനയുടെ ഫോണിലേക്ക് ആദർശ് വിളിക്കുന്നു. ആദർശേട്ടാ എന്ന് പറഞ്ഞ് കോളും എടുത്തു. അമ്മ ഇപ്പോൾ കരൾ കൊടുത്ത പെൺകുട്ടിയുടെ പിന്നാലെയാണ് എന്ന് ആദർശ് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ കറക്റ്റായിട്ട് ആദർശിൻ്റെ ബെഡ്റൂമിൻ്റെ പുറത്ത് വന്ന് നിൽക്കുവാണ് ഇവരുടെ ഫോൺ വിളി കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി. അപ്പം സംശയം ഉണ്ടോ എന്ന് ചോദിച്ചൊരു കള്ളം പറയുമ്പോൾ സംശയം തോന്നത്തില്ലേ എന്ന് ആദർശ് ചോദിക്കും. ദേവയാനി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. അന്നേരം അമ്മ എല്ലാ വഴിയിലൂടെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ പെൺകുട്ടി ആരാണെന്ന്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൂടെ ആദർശേട്ടാ? കരൾ ദാനം നൽകിയ പെൺകുട്ടിയെയും കൊണ്ട് അവളുടെ ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അമ്മയെ അതൊന്നും വിശ്വസിച്ചിട്ടില്ലെന്നൊക്കെ ആദർശ് പറഞ്ഞു. അപ്പോൾ പിന്നെ പെൺകുട്ടിയുടെ വീട് കാണണമെന്നായി. പിന്നെ ഓരോ വിധം ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് ആദർശ് പറയുന്നു. അതും ദേവയാനി കേട്ടു. എന്നോട് മാത്രമല്ല അച്ഛൻ്റെ അടുത്തേക്കും ചോദ്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ചെല്ലുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ ഇങ്ങനെ ഈ ഒരു കള്ളത്തരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആദർശേട്ടാന്ന് നയന പറയുമ്പോൾ, എന്നാൽ പിന്നെ ഞാൻ അമ്മയോട് സത്യങ്ങളൊക്കെ പറയട്ടെ എന്ന് ആദർശ് ചോദിക്കുന്നു. അപ്പോൾ അയ്യോ വേണ്ട എന്ന് നയന ആദർശിനോട് പറയുന്നു. അങ്ങനെ സത്യം പറഞ്ഞാലേ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കില്ല, ആദർശേട്ടനെയും അതുപോലെ അച്ഛനെയും ആയിരിക്കും എന്ന് നയന ഇങ്ങനെ ആദർശിനോട് പറയാം. അതും ധർമ്മസങ്കടത്തിലായി. പറഞ്ഞു പറ്റിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മ ഒരിക്കലും ക്ഷമിച്ചെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ആദർശ നേരം പറഞ്ഞു. ഒരു ദിവസം ആരും പറയാതെ തന്നെ അമ്മ അറിയേണ്ടതൊക്കെ അറിഞ്ഞോളൂ. അപ്പം ദേവയാനിക്ക് എല്ലാം മനസ്സിലായി. അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നും ആദർശ നയനയോട് പറയണം. അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ദേവയാനി അന്നേരത്തേക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. എന്തായാലും പുറത്തേക്ക് മാറിയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുവാണ് ദേവയാനി. നയനയായിരിക്കോ എന്നുള്ളൊരിത്. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് നയനെപ്പറ്റിയുള്ള ആലോചനയും സത്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ ഹാങ് ഓവറിൽ നിൽക്കുന്ന നമ്മുടെ ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ യു ക്യാൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.